സോ ഗൈസ്, ഇതാണ് പുതിയ ഷാർക്ക് എയറോൺ GP ഹെൽമെറ്റ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. സോ ഞാനങ്ങനെ ഒരു ഹെൽമെറ്റും കൂടി മേടിച്ചായിരുന്നു. സോ ആദ്യമായിട്ടാണ് ഷാർക്കിൻ്റെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചത്. സോ ഷാർക്കിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ എയറോൺ GP ഹെൽമെറ്റാണ് ഞാൻ ഇപ്രാവശ്യം മേടിച്ചിരിക്കുന്നത്. അത് ബോക്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹെൽമെറ്റ് ഇങ്ങനത്തെ ഒരു ബാഗിലാണ് വരുന്നത്. നമുക്കിത് ആദ്യം മാറ്റി വെക്കാം. ബാഗ് അല്ലാണ്ട് റേസ് പീൽ ഓഫ് ഫ്ലെയർ ആണിത്. നമുക്ക് വൈസറിലൊട്ടിച്ച് മാറ്റി കളയാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഷാർക്കിൻ്റെ. സോ ഗൈസ്, ഇതാണ് ഹെൽമെറ്റ് ബാഗ്. ഇതിൻ്റെ അകത്താണ് ഹെൽമെറ്റ്. സോ ഗൈസ്, ഇതിൻ്റെ അകത്താണ് ഹെൽമെറ്റ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഹെൽമെറ്റ് ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഹെൽമെറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഹെൽമെറ്റ്. നമുക്കിവിടെ വെക്കാം. അത് കൂടാണ്ട് ഈ ഹെൽമെറ്റ് ബാഗിനായിട്ട് സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ വൈസർ. ഇതെന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ്, ഹെൽമെറ്റ് നോക്കുന്നതിന് മുമ്പേ. ഓക്കെ, സോ ഇത് സ്മോക്ക്ഡ് വൈസറാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് ബ്ലാക്ക് സ്മോക്ക്ഡ് വൈസറാണ്. ഇതാണ് സ്മോക്ക് വൈസർ. അപ്പോൾ ബോക്സിൽ തന്നെ സ്മോക്ക് വൈസർ വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. എന്നിട്ട് ഹെൽമെറ്റ് നോക്കാം. അതൊക്കെ ഇട്ടാവുന്ന കുഴപ്പമില്ല. സോ ഗൈസ്, ഇതാണ് പുതിയ ഷാർക്ക് എയറോൺ GP ഹെൽമെറ്റ്. ഇത് ഏത് മോഡലാണെന്ന് നമുക്ക് കാണിച്ചിട്ട് പറയാം. സോ ഇതാണ് ഹെൽമെറ്റ്. കാണാം, ബാക്കിൽ ഫുൾ സ്പോയിലേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിന് ഏകദേശം ഇന്ത്യയിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1 lakh അടുപ്പിച്ചാണ്. പക്ഷെ നമ്മളിത് പുറത്തുനിന്ന് പവർ ഇനഫ് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രീമിയം ഗിയേഴ്സും എക്സോസ്റ്റ് എവറിത്തിങ് അവൈലബിൾ ആണ്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം ഈ മോഡലിൻ്റെ പേര് വരുന്നത് സാർക്കോ GP ഡെ ഫ്രാൻസ് എന്നാണ്. ഇതിൻ്റെ ഹെൽമെറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി അഡാപ്റ്റീവ് റൈഡർ ട്രാക്ക് ഹെൽമെറ്റാണ്. നിങ്ങൾക്ക് കാണാം ബാക്കിൽ സ്പോയിലേഴ്സ് വരുന്നത് അതും അഡാപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇതിങ്ങനെ മൂവ് ചെയ്യും. സോ നമ്മുടെ സ്പീഡ് അനുസരിച്ചിട്ട് ഇത് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയാം ഇതിൻ്റെ ഗ്രാഫിക്സ്. സോ ഗൈസ്, ഇത് ഫുൾ കാർബൺ ഫൈബറാണ്. അതായത് ഓൾമോസ്റ്റ് 80% കാർബൺ ആൻഡ് 20% പോളിമർ കമ്പൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. തീരെ വെയിറ്റ് ഇല്ല ഇതിന്. ഇതിനാകെ 1450 grams ആണ് ഇതിന് വരുന്നത്. അത് കൂടാണ്ട് ഇതിൻ്റെ താഴെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് പാഡിംഗ് ഒക്കെ നല്ല ഫുള്ളി അഡ്ജസ്റ്റബിൾ സംഭവങ്ങളാണ് എടുത്തത്. നമുക്ക് ഇതേപോലെ എമർജൻസി പുൾ ഔട്ട് സ്ട്രിപ്സൊക്കെ ഉണ്ട്. സപ്പോസ് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് നമുക്ക് ഹെൽമെറ്റ് ഊരാൻ ടൈറ്റ് ആവുകയാണെങ്കിൽ ഇത് വലിച്ച് നമുക്ക് ഈ പാഡിങ്സ് ഒറ്റ ഇതായിട്ട് ഊരിയെടുക്കാം. ഓക്കെ, ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. വൈസർ ഊരാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു. കുറേ ചീക്ക് പാഡ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇതിലിങ്ങനെ സ്മോക്ക്ഡ് വൈസർ ഇൻസ്റ്റാൾ ചെയ്തു. വളരെ സിമ്പിൾ മെക്കാനിസമാണ്. നമുക്ക് ഇത് ഈ ഡയറക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺലോക്ക് ആവും. അപ്പോൾ നമുക്ക് വൈസർ ഊരിയെടുക്കാം. അതേ രീതിയിൽ തിരിച്ച് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ കാണാം, ഇതിൽ എഴുതിയിട്ടുണ്ട് റേസിംഗ് യൂസ് ഓൺലി. നമുക്കിതിൻ്റെ സ്റ്റിക്കർ പറിക്കാം. ഈ
ഈ ഹെൽമെറ്റ് കാണാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. സോ ഗൈസ്, ഈ ഹെൽമെറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. നല്ല ടൈറ്റ് ഫിറ്റാണ്. എൻ്റെ സൈസ് മീഡിയമാണ് വരുന്നത്. ചീക്സൊക്കെ നല്ല ഇങ്ങനെ ക്രഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്, രണ്ട് സൈഡിലും പ്രസ് ചെയ്ത്. എനിക്കൊന്ന് ബ്രേക്കിനാകുമ്പോഴത്തേക്ക് കുറച്ച് ലൂസാവുമായിരിക്കും. അത് കൂടാണ്ട് ഇതിന് ഡീറിങ് ആണ് വരുന്നത്. അത് കൂടാണ്ട് ഈ താഴത്തെ ഇത് രണ്ടിനും മാഗ്നറ്റ് ഉണ്ട്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ ആക്കി യൂസ് ചെയ്യാം, ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ക ട്രാക്ക് ഹെൽമെറ്റാണ്. ഞാൻ വൈസർ ക്ലോസ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ കുറച്ച് സമയത്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പാഡിങ്സ് ഒക്കെ നല്ല ടൈറ്റ് ആണ്. ആകുമ്പോൾ കുറച്ച് ലൂസ് ആവുമായിരിക്കും. ചീക്സ് ഒക്കെ നല്ല ടൈറ്റ് ആയിട്ട്. അത് കൂടാണ്ട് നല്ല വൈഡ് ഫീൽഡ് ഓഫ് വിഷനാണ്. പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. നല്ല അടിപൊളി ലുക്കാണ് വരുന്നത് ഫുഡിങ്ങിലൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതിന്റെ സ്മോക്ക് നോയ്സർ എനിക്ക് തോന്നുന്നത് പിസ്ത GPR-കളൊക്കെ വരുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ്. ഇതിന്റെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തത്, ഈ വൈസർ പൊക്കാനും താക്കാനും വേണ്ടിയിട്ട് ഇവിടെ സൈഡിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മളിവിടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഇത്തിരി പോലെ സൈഡിലായിട്ടാണ് കൊടുക്കുക. ഇവിടെ ഫുൾ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് വൈസർ നമുക്ക് പൊക്കാനും താക്കാനൊക്കെ പറ്റുന്നത്. പിന്നെ ബാക്കി ഫുൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിട്ട് യൂസ് ചെയ്ത് ഓടിച്ചു നോക്കേണ്ടി വരും. നമുക്ക് പറ്റുമെങ്കിൽ ഇതിൽ നമുക്ക് GoPro സെറ്റപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഈ ഹെൽമെറ്റ് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. Why you always in my face? Do you really think it's over?